പ്രിയപ്പെട്ടവരെ, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായൊരു കാര്യം ജനങ്ങളുമായി ചർച്ച ചെയ്ത് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യം നിർദ്ദേശമായി വരുന്നത് പരിപൂർണമായി നടപ്പിലാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് അത് പ്രായോഗികമായി നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ്. ഇവിടെ ഈ ഗവൺമെൻറ് വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോലും പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നത് ആലോചിക്കാൻ വേണ്ടി പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞങ്ങളെല്ലാവരുമായി ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, എൻ്റെ നാട്ടിൽ ഇന്നതുണ്ട്, അവിടെ ഇന്നതുണ്ട്, പക്ഷേ നമുക്കത് വികസിപ്പിക്കാനാകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നൂറുകണക്കിന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ സാധ്യത പലതും ഉണ്ടായിട്ടും വികസിക്കാതെ പോയിട്ടുണ്ട്. ഇവയെല്ലാം വികസിപ്പിക്കാൻ ടൂറിസം വകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. സാമ്പത്തികമായ പരിമിതി മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അവിടെയാണ് ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തത്, ഡെസ്റ്റിനേഷൻ ചാലഞ്ച്. ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് കൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കും. പദ്ധതി സ്ക്രൂട്ടിനി ചെയ്ത് സെലക്ട് ചെയ്യുക. അതിൽ 60% തുകയും ടൂറിസം വകുപ്പ് നൽകും, 40% തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നൽകും. അതിൻ്റെ റവന്യൂ പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ. അങ്ങനെയുള്ള പദ്ധതിയായ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വേളികുളം പാർക്കാണ്. വേളികുളം പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നൂറുകണക്കിന് പുതിയ പദ്ധതികൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ 39 യാഥാർത്ഥ്യമാകാനുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകും. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന നിർദ്ദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഇതാ യാഥാർത്ഥ്യമാകുന്നു. ഇനി വരി വരിയായി നമുക്ക് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാം.